തേങ്ങാപ്പാൽ കുളിച്ചേറിയ പത്തിരിയും ബീഫ് കറിയും ചിക്കൻ കാല് ഫ്രൈ ചെയ്തതും. ചിക്കൻ കാല് ഫ്രൈ ചെയ്ത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ കുമ്പിടീനെ ഓർമ്മ വന്ന ആ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കാൻ നമ്മുടെ ജഗതി ചേട്ടൻ കഴിഞ്ഞ വേറെ ആരും ഉള്ളു. അപ്പം നമുക്കിന്ന് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 10-12 അല്ലി വെളുത്തുള്ളി, ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് അരക്കണം കേട്ടോ. ഇനി നമ്മൾ ചിക്കനിലേക്ക് നാരങ്ങായും ഉപ്പും പുരട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് പുരട്ടി 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ല തിളച്ച വെളിച്ചെണ്ണയിലിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്ത് കോരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി നല്ല എരിവോട് കൂടിയുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നല്ല താളിച്ച കട്ടി തേങ്ങാപ്പാലും ബീഫ് കറിയും നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ പെരുന്നാളിന് ചിക്കൻ ഫ്രൈ ഒക്കെ തയ്യാറാക്കുന്നവർ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. എൻ്റെ പ്രിയതമൻ ഉൾപ്പെടെ പ്രവാസികളായ എല്ലാ കൂട്ടുകാർക്കും നാളെ ചെറിയ പെരുന്നാളല്ലേ, അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ കൂടി അറിയിക്കുന്നു.